തീർച്ചയായിട്ടും ഈ കുറ്റപത്രം വൈകിക്കഴിഞ്ഞാൽ സമയത്ത് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ഈ പ്രതികൾക്കെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം ലഭിച്ച് അവരെല്ലാം പുറത്തു വരും. അവർക്കെതിരായി നടപടിയെടുക്കാത്ത പാർട്ടിയാണിത്. 3 പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയിട്ടും അവർക്കെതിരായി പാർട്ടി നടപടി പോലും സ്വീകരിക്കാത്ത പാർട്ടിയാണിത്. ആ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് അവരെ ജാമ്യം കിട്ടിയപ്പോൾ അല്ലാതെ ജാമ്യം കിട്ടില്ല. അല്ലാതെ ജാമ്യത്തിന് വേണ്ടി ഒരുപാട് ശ്രമം നടത്തി. സുപ്രീം കോടതിയിലും പോയി, ഹൈക്കോടതിയിലും ഒക്കെ പോയി, ജാമ്യം കിട്ടിയില്ല. അപ്പൊ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടാനുള്ള അവസ്ഥ SIT ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദമാണ് ആ SITയെ കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രതിപക്ഷം പ്രത്യേകിച്ചും കോൺഗ്രസ് ഈ വിഷയം കൈകാര്യം ചെയ്തത് ശരിയായില്ല, അതിൽ അതൃപ്തിയുണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്ന തരത്തിൽ ഇതൊരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് ഈ അതൃപ്തി അറിയിച്ചത് എന്നാണ് പറയുന്നത്. അത് പച്ച കള്ളമാണ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ദേശീയ നേതൃത്വത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ശ്രീ KC വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിലുള്ള ആളാണ്. സംഘടനാ ചുമതലയിലെ ജനറൽ സെക്രട്ടറി എല്ലാവരും ഒരേപോലെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒരു പരാതിയും പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായില്ല. ഞങ്ങളെല്ലാം കൂടിയാലോചിച്ചിട്ടാണ് എല്ലാ ദിവസവും ഞങ്ങൾ ഇന്നത്തെ കാര്യവും ഉൾപ്പെടെ എല്ലാവരും കൂടിയാലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ വെറുതെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയാണ്. ഇപ്പൊ പ്രതിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പറയാ. കഴിഞ്ഞ ദിവസമൊക്കെ എന്തെല്ലാം പറഞ്ഞു, മന്ത്രിമാർ എന്തെല്ലാം വിവരക്കേടാണ് അസംബ്ലിയിലും മന്ത്രിമാർ വിളിച്ചു പറഞ്ഞത്. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന്, അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ വിവരദോഷികളായ ഞാൻ ഇത്തരം വാക്കുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ, പൊതുസമൂഹവും. വിവരക്കേട് നിയമസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാരുള്ള സംസ്ഥാനമാണെന്നോർത്ത് ഞങ്ങൾ ലജ്ജിക്കുന്നു. അതിനൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അതൊക്കെ മറുപടി പറഞ്ഞ അതിനൊക്കെ എല്ലാ ദിവസവും ചോദിക്കണം. അതൊക്കെ ഇന്നലെ പറഞ്ഞല്ലേ, ഇന്നലെ അതിന് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രം ഉണ്ടെന്നേ. മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ട്. മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ടല്ലോ. ഞങ്ങൾ മുഖ്യമന്ത്രി നിങ്ങൾ സംസാരിക്കല്ലേ, ഞാൻ മറുപടി പറയല്ലേ. മുഖ്യമന്ത്രിയുടെ കൂടെ നിങ്ങൾ ചോദിച്ചു എല്ലാ ചോദ്യം നിങ്ങൾ 5 ചോദ്യം നിങ്ങൾ ചോദിച്ചോന്ന്. ഞാൻ മറുപടി പറയുമ്പോൾ ഇടയിൽ കയറി ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ സംസാരിക്കും, എന്നിട്ട് പറയാം. വേറെ ആരെയും ഉണ്ടോ ചോദിക്കാൻ? ഇന്നലെ ഇതിനെല്ലാം മറുപടി പറഞ്ഞു. താങ്കൾ 5 ചോദ്യം ഇന്നലെ ചോദിച്ചത്, ഇതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞു. ഇല്ല അങ്ങനെ ഒരേ അജണ്ട വെച്ചിട്ട് സംസാരിക്കണ്ട. ഇന്നലെ താങ്കൾ 5 ചോദ്യം ചോദിച്ചാൽ 5 എണ്ണത്തിന് ഞാൻ മറുപടി പറഞ്ഞു. അയ്യോ, അങ്ങയുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ ഉത്തരം മുട്ടിപ്പോയെന്ന് എഴുതിക്കും. വേറെ വല്ലതും ഉണ്ടോ ചോദിക്കാൻ? വേറെ ആരെങ്കിലും ഈ കയ്യിലും ഈ ദേശാഭിമാനിൽ നിന്നും വന്നിട്ടൊന്നും അജണ്ട ഒന്നും എന്റെ അടുത്ത് വില പോകത്തില്ല. നിങ്ങൾ ഒരേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു. മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ ഇടയിൽ കയറി ചോദിക്കരുത്. അതാണ് ഞാൻ നിങ്ങളോട്, നിങ്ങൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സംസാരിക്കും. ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് സാമാന്യ മര്യാദയുടെ ലംഘനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയില്ല. ഞാൻ ആരെങ്കിലും വേറെ ചോദിക്കാന്ന് ചോദിച്ചു. അതെനിക്കറിയത്തില്ല. അതെനിക്കറിയില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാം.